ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സ്വാമി ഹിമവൽ ഭദ്രാനന്ദ കയറി മേഞ്ഞിട്ട് ഒരൊറ്റ ബി.ജെ.പിക്കാർ വാ തുറക്കുന്നില്ല. അതെന്താണ് കാര്യം? അങ്കിൾ ബണ്ണെന്നോ അദ്ദേഹത്തിന്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള ബോഡി ഷെയ്മിങ്ങുകളുടെ ഒരു ഘോഷയാത്ര തന്നെ അദ്ദേഹം വെറുതെ ക്യാമറയ്ക്ക് മുന്നിലില്ല, വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് ഒരൊറ്റ ബി.ജെ.പിക്കാർ ആ അധിക്ഷേപത്തിനെതിരെ വാ തുറക്കുന്നില്ലെങ്കിൽ സ്വാമി ഹിമവൽ ഭദ്രാനന്ദ എന്തുകൊണ്ട് സംഘികളുടെ പേടി സ്വപ്നമാകുന്നു എന്ന ചോദ്യം ശക്തമാവുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ മനസ്സ് വെച്ചാൽ ഇവർക്ക് നീതി കിട്ടും. കാരണം ഇനി ഒരു മനുഷ്യൻ ഈ ജില്ലയിലെന്നല്ല, ഈ സംസ്ഥാനത്ത് തീവ്രവാദത്തിന്റെ പേരിൽ, മതവൈരാഗ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെടാൻ പാടില്ല. ഇത് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. പക്ഷേ മുല്ലപ്പൂ ഏത് പിച്ചിപ്പൂ ഏതെന്ന് തിരിച്ചറിയാത്ത ഒരു മൊണ്ണനാണത്. ഇത്രയും വലിയ അങ്കിൾ ബൺ ഈ സംസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പറയേണ്ടത്. കാരണം ഹിന്ദുക്കളുടെ പേരിൽ വോട്ട് മേടിക്കാനും വർഗീയത പറയാനും മാത്രമല്ലാതെ ഈ ബി.ജെ.പി. ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ടല്ലോ. നിങ്ങൾക്ക് കേരള സമൂഹത്തിനും അറിയാം, മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അപ്പം ഇവർക്ക് വേണ്ടത് 20,000 കോടിയുടെ ബിസിനസ്സാണ് രാജീവ് ചന്ദ്രശേഖരനും ടീമിനും. പക്ഷെ ഇവർക്ക് വേണ്ടത് നീതിയാണ്. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അല്ലെങ്കിൽ അധ്യക്ഷനെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ചാൽ അതിൽ പ്രവർത്തകർ ചോദിക്കണ്ടേ? രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ചോദിക്കാൻ ഈ നാട്ടിൽ ഒരു പ്രവർത്തകരും ഇല്ലാത്ത അവസ്ഥയാണ്. ബി.ജെ.പിയിൽ അദ്ദേഹം ഈ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നല്ലാതെ ഒരു പിന്തുണയുമില്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വക്താക്കളോ നേതാക്കളോ എല്ലാം ഈ സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പെങ്കിലും ഇടണ്ടേ? ഹിമവൽ ഭദ്രാനന്ദ എന്ന് കേൾക്കുമ്പോൾ സംഘികൾ മുട്ടിടി വിറയലുണ്ട്. നേരത്തെ ഇവരോടൊപ്പം നിന്നതിന് ശേഷം ഇവരുടെ പല ഉടായ്പകളും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത് ഹിന്ദുക്കളെ വളർത്താനുള്ള പാർട്ടിയല്ല, മറ്റ് ചില ദുരുദ്ദേശങ്ങളാണ് ഇവർക്കുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം റിബൽ മൈൻഡിൽ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നത്. പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. അത് രാജകൊട്ടാരത്തിനെതിരെ ആയാലും ശരി, അല്ലെങ്കിൽ സംഘികൾക്കെതിരെ, ബി.ജെ.പിക്കെതിരെ, എൻ.ഡി.എയിലെ ഘടകകക്ഷികൾ അതായത് വെള്ളാപ്പള്ളിയുടെ മകനെതിരെ, വെള്ളാപ്പള്ളിക്കെതിരെ ആരും വാ തുറക്കുന്നില്ല. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന് ഇത്ര വിലയേ ഉള്ളൂ. ആർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടയായിട്ട് മാറിയോ എന്ന സംശയം ഉണ്ടാവുകയാണ്. കാര്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് റിബലായി നിന്ന് ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ട് പോലും തിരിച്ചൊരു വാക്ക് പറയുന്നില്ല എന്ന് പറയുന്നിടത്ത് പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്.